കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ അടിമാലി മേഖലയിൽ ഭാഗികം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. കടകമ്പോളങ്ങൾ ഭാഗികമായി തുറന്നു. മൂന്നാറിന്റെ ടൂറിസം മേഖലയെ ഹർത്താൽ പ്രതികൂലമായി ബാധിച്ചില്ല. അടിമാലി ടൗണിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു സംസ്ഥാന ഹർത്താലിന് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 52 ദളിത് സംഘടനയുടെ സഹകരണത്തോടെയാണ് ഹർത്താൽ നടക്കുന്നത്. ഹർത്താൽ ആരംഭിച്ച് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അടിമാലി മേഖലയിൽ ഹർത്താൽ ഭാഗികമാണ്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മറ്റിതര സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. ഓട്ടോ ടാക്സി വാഹനങ്ങളും സർവീസ് നടത്തി. അടിമാലി ടൗണിൽ ദേശീയപാതയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. തടഞ്ഞിട്ട വാഹനങ്ങൾ അല്പസമയത്തിനു ശേഷം കടന്നുപോകാൻ ഹർത്താൽ അനുകൂലികൾ സമ്മതിച്ചു. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്ന ദളിത് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുടുംബത്തിന് അത്താണിയായി മാറേണ്ട ഒരു കുട്ടിയെ അവൻ ആത്മഹത്യ ചെയ്ത് ഏതിൻ്റെ പേരിലാണെങ്കിലും മരണത്തിൻ്റെയും ജാതിയുടെയും അതിൽ സാമ്പത്തിക എന്തിൻ്റെ പേരിലാണെങ്കിലും അവൻ കൊല ചെയ്യപ്പെട്ട് വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇതിന് ഉത്തരവാദികളായ ആളുകളെ മാനേജ്മെൻറ്റാണെങ്കിൽ മാനേജ്മെൻറ്റ്, അധ്യാപകരാണെങ്കിൽ അധ്യാപകർ അവരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി കുറ്റത്തിന് മുമ്പിൽ അട്രോസിറ്റി ആക്ട് കേസെടുത്ത് അവരെ ശിക്ഷിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടിമാലി മേഖലയിൽ കടകമ്പോളങ്ങൾ ഭാഗികമായി തുറന്നു പ്രവർത്തിച്ചു. ഗ്രാമീണ മേഖലകളെ ഹർത്താൽ ബാധിച്ചില്ല. തോട്ടം മേഖലകളിൽ തൊഴിലാളികൾ പണിക്കിറങ്ങി. മൂന്നാറിന്റെ ടൂറിസം മേഖലയെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. ജനജീവിതം സാധാരണ നിലയിൽ നടന്നു. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു. അടിമാലി മൂന്നാർ മേഖലകളിൽ ഹർത്താൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചില്ല. ഓഫീസുകളിൽ ജീവനക്കാർ ഹാജരായി. ഹർത്താലുമായി ബന്ധപ്പെട്ട് എവിടെയും അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രോഹിത് വെമുല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഹർത്താലിലൂടെ ദളിത് സംഘടനകൾ മുമ്പോട്ട് വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.